ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg അളവിലൊക്കെ ഉള്ള ഒരു വാനില കേക്കിന് ഡെക്കറേഷനും വർക്കൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ തന്നെ നമ്മളിത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വെച്ച സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഭാഗം പൊന്തി നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയട്ടോ കേക്ക് ഫൈനൽ കോട്ട് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഫൈനൽ കോട്ട് ചെയ്താൽ അതൊരു വൃത്തി ഉണ്ടാവില്ല, കേക്കിൻ്റെ ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞാനിതാ ഫൈനൽ കോട്ട് ചെയ്യാൻ ക്രീം എടുത്ത സമയത്ത് ഫുള്ളായിട്ട് എയർ ബബിൾസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വേനലായതിൻ്റെ ശേഷം നല്ല പ്രശ്നം കേട്ടോ വിപ്പിംഗ് ക്രീമിന്. എയർ ബബിൾസ് വരിക, അതുപോലെ മെൽറ്റ് ആവുക, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. എയർ ബബിൾസ് വന്നിട്ടുള്ള ക്രീമാണെങ്കിൽ നമ്മൾ നോർമൽ വിപ്പിംഗ് ക്രീം കുറച്ച് ഒഴിച്ചിട്ട് ആ എയർ ബബിൾസ് വന്ന ക്രീമിൽ മിക്സ് ചെയ്താൽ ശരിയായി കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ അതിവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ കേക്ക് കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് കളറിലുള്ള വിപ്പിംഗ് ക്രീം നടുവിലായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഒരു ലൈന് പോലെ. അതിന് വേണ്ടിയിട്ട് സാധാ നോർമൽ വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ കളറിലുള്ള വിപ്പിംഗ് ക്രീമും കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് പോലെ തോന്നുന്നുണ്ട്, പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത്. എനിക്ക് തോന്നിയിട്ടുണ്ട് നോർമലായിട്ട് 2 ടയർ കേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഞാൻ ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നു ഇത്. കുറേ പ്രാവശ്യം ക്രീം ഇട്ട് കൊടുക്കുക, പിന്നെ അത് മെൽറ്റ് ആവുക, അങ്ങനെയൊക്കെ കുറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. വേനൽക്കാലം വന്നിട്ടുണ്ടെങ്കിലേ കേക്കിന് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ഒരു ഡ്രോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഗനാഷിൻ്റെ കൂടെ. അങ്ങനെ ഇതാ ഒരുവിധം നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അത് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിലുള്ളത്. കേക്ക് വർക്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നോളണമെന്നില്ല. ചില സമയത്ത് ഇത് മെൽറ്റായിട്ട് അടിയിലേക്ക് ഒലിച്ച് വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല തണുത്ത കേക്ക് ഉണ്ടല്ലോ, അതിൽ മാത്രം ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു അളവുണ്ട്, നമുക്ക് ഏകദേശം കണ്ടാൽ അറിയാം ഇതിങ്ങനെ ഈ രീതിയിൽ നിൽക്കും എന്നുള്ളത് അറിയുന്ന രീതിയിൽ കണക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ 1M എന്നുള്ള നോസിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഫ്ലവറും, അതുപോലെ ഒരു ഓപ്പൺ നോസിൽ വെച്ചിട്ട് ബ്രൗൺ കളറിൽ നമ്മളിങ്ങനെ ഫ്ലവർ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വൈറ്റ് ആയിട്ടുള്ള ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അവിടെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര സ്പെഷ്യലാണ് കേട്ടോ. നമ്മളെപ്പോഴും നമ്മൾ കേക്ക് മാത്രം വാങ്ങുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ പെട്ടവരാണ്. നമ്മൾ കേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തോട് മേലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 4 വർഷമായിട്ട് ഇവർ എൻ്റെ കേക്ക് തന്നെ വാങ്ങിക്കാറുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അശ്വിനി, അവളുടെ കസിനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കേക്ക്. ഇനി ഇതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുത്താൽ ഫിനിഷായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.